ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ കാത്തിരിപ്പ് വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ ടൊവിനോയുടെ ഒരു വളരെ നാളുകൾക്ക് ശേഷം ഒരു കംബാക്ക് മൊമെന്റ് കിട്ടുന്ന ഒരു പടമായിട്ട് എത്തിയിരിക്കുകയാണ്. ചിത്രം ഏത് നോക്കുകയാണെങ്കിൽ പള്ളിച്ചട്ടപ്പി. ഈസ്റ്റർ ദിനത്തിൽ ചിത്രത്തിന്റെ ട്രെയിലറൊക്കെ റിലീസ് ചെയ്യുന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൃത്യം ഏകദേശം 11 മണിക്ക് ശേഷം തന്നെ ചിത്രത്തിന്റെ ട്രെയിലറൊക്കെ ഇതാ വന്നിട്ടുണ്ട്. കിടിലൻ റെസ്പോൺസ് ആണോ ട്രെയിലർ എന്ന് നോക്കാം. സിനിമയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഡിജോ ജോസ് ആന്റണി എന്ന് പറയുന്ന ഡയറക്ടറാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. ക്യൂൻ അതോടൊപ്പം തന്നെ ജനഗണമന, ഈ 2 ചിത്രങ്ങൾ മതി അദ്ദേഹത്തിന്റെ ഒരു ഡയറക്ഷൻ എത്രത്തോളം ലെവലാണെന്ന് കാണാൻ. അതേസമയം മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമ നേരിയ തോതിൽ നിരാശപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പള്ളിച്ചട്ടമ്പിൽ പ്രതീക്ഷകൾ ഏറെയാണ്. അതോടൊപ്പം തന്നെ ടൊവിനോയുടെ കരിയറിൽ ഒരു ഡിഫറെന്റ് ലുക്കൊക്കെ ആയിട്ടാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ടൊവിനോ എന്താണേലും ഞെട്ടിക്കും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ ഈ ഒരു സിനിമയിൽ നായികയായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ കയാതു ലോഹറാണ്. ഡ്രാഗൺ എന്ന് പറയുന്ന സിനിമ കൊണ്ട് തന്നെ ഇതിനോടൊപ്പം തന്നെ മലയാളി സിനിമാ പ്രേമികൾക്കിടയിലും ശ്രദ്ധേയമായിട്ട് മാറിയ ഒരു ആക്ട്രസ് ആണ് കയാതു ലോഹർ. ഈ ഒരു സിനിമ ഇതിനോടൊപ്പം തന്നെ ഇറങ്ങിയ കാട്ടിച്ചമ്പോ എന്ന് പറയുന്ന ഒരു സോങ് ഇപ്പൊ തന്നെ മലയാളികൾക്കിടയിൽ എല്ലാം തന്നെ ട്രെൻഡിങ് ആയിട്ട് അങ്ങനെ എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. സുരേഷ് ബാബു ആയിരുന്നു ഈ സിനിമയ്ക്ക് തിരക്കഥ രചിച്ചിട്ടുണ്ടായത്. ജഗ്സ് വിജയ് ആയിരുന്നു ചിത്രത്തിന് മ്യൂസിക് ഒരുക്കിയിട്ടുണ്ടായത്. എന്തൊക്കെയാണ് കിടിലൻ അഭിപ്രായങ്ങൾ വരുന്ന ട്രെയിലർ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഈ നാടിന്റെ ഞരമ്പുകൾ ഓരോന്നോരോന്നായി പൊട്ടിച്ചെറിയാൻ അവൻ വരും. ആ മണ്ണിന്റെ യഥാർത്ഥ ഉടയോ എത്രയും പെട്ടെന്ന് ഈ ഭൂമിമലയാളത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മിടുക്കനായ ഒരു ചട്ടമ്പി. തുടക്കം കാണുന്ന അവിടെ ബ്രിഗേക്കകത്ത് ആ ഒരു നാട്ടോട്ട് മമ്മൂട്ടീനെ കൊണ്ടുവരുന്ന പോലത്തെ ഒരു ഫീലൊക്കെ തോന്നുന്നുണ്ട്. കൊടുത്തിട്ടാണെങ്കിലും കൊണ്ടുവന്ന് ക്രിസ്റ്റഫറായി വാഴിക്കണം. എന്റെ പൊന്നു ചട്ടമ്പി, ഒന്ന് ചിരിച്ചൂടെ? ചട്ടമ്പി കൊള്ളാലോ. എന്റെ നാട്ടുകാരും അത് മയക്കി വെച്ചേക്കുവാ. ചരിത്രത്തിന്റെ ഭാഗമാവാൻ പോവുക. നാട് മാത്രല്ലേ മാറുന്നു, അന്നും മനുഷ്യരൊക്കെ എല്ലായിടത്തും ഒരുപോലല്ലേ. നേരിയ തോതിൽ ചില സമയത്ത് നമുക്ക് എയർമിന്റെ ഒരു ഫീലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇന്ന് ഇരുട്ടി വെളുക്കും മുമ്പ് അവര് കൊന്നൊടുക്കും ഈ പാവങ്ങളെ മുഴുവൻ. കല്ല് കരട് കാഞ്ഞിരക്കുത്തി, ഉള്ളുകൂരട് മൂക്കൻ പാമ്പ്, സന്ധിരേനയ്യ, സുന്ദരരാവണ, ഭൂമുഖത്തിന്റെ ചരിവുകളും തിട്ടകളും കാടും മേടും നമുക്ക് മരക്കടക്കാം. തെക്കൻ കാറ്റും തുലാപ്പയും ഒരുമിച്ച് വന്നാലും ഇവിടുത്തെ മരക്കൂട്ടങ്ങൾക്ക് ഉയരുകൊണ്ട് കാവൽ നിൽക്കുന്ന മനുഷ്യരാണ്. അവരെ നേരിടാൻ നമ്മുടെ ആയുധം ഈ മണ്ണാണ്. പെരേരയുണ്ടോ അതിനകത്ത്? നമ്മുടെ പൃഥ്വി ഉണ്ടാകുന്നുള്ളൊരു റൂമറൊക്കെ കേട്ടായിരുന്നു. പക്ഷെ ട്രെയിലറിൽ കാണുന്നു പ്രതീക്ഷിച്ചെങ്കിലും കണ്ടില്ല. എങ്കിലും കിടിന് ഒരു ട്രെയിലർ തന്നെ ഉണ്ടാവും, പറയാൻ പറ്റത്തില്ല. എന്തൊക്കെയാണ് നമുക്കൊരു രോമാഞ്ചം തരുന്ന ഒരുപാട് മൊമെന്റ്സ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പുള്ളി ഡയലോഗ്സ് ഒക്കെ വരുന്ന സമയത്തൊക്കെ നമുക്കൊരു ഗൂസ്ബംസ് എന്ന് പറയുന്ന ഒരു മൊമെന്റ്സ് വരുന്നുണ്ടായിരുന്നു ഓരോ സമയത്തും. ഇതോടൊപ്പം തന്നെ ഓരോ വിഷ്വൽസും വളരെ കിടനായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു 50-60 കാലഘട്ടത്തിലാണ് ചിത്രത്തിന്റെ കഥ നടക്കുന്നതെന്ന് നമുക്ക് വ്യക്തമാണ്. എന്തൊക്കെയാണെങ്കിലും ആ ഒരു കാലഘട്ടത്തിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് ഈ ഒരു ട്രെയിലർ. എന്തായാലും വളരെ മികച്ച രീതിയിൽ തന്നെ അതിന്റെ ഒരു കോസ്റ്റ്യൂംസും അതോടൊപ്പം തന്നെ ആ ഒരു സെറ്റ് എല്ലാം തന്നെ വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ആ ഒരു സമയത്തെ കാലഘട്ടത്തിലെ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ ഒന്നിനൊന്ന് മികച്ചാക്കുന്ന രീതി വരുന്നുണ്ട്. ഒരുപക്ഷെ ഒരു ബ്രിട്ടീഷ് അധിനിവേശം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആൾക്കാരുമായിട്ട് പൊരുതാൻ വേണ്ടി ഒരു ചട്ടമ്പിനെ നാട്ടിലോട്ട് ഇറക്കുന്നതായിട്ടാണ് തോന്നുന്നത്. എന്തൊക്കെയാണ് നാട്ടുകാരുടെ കണ്ടുണ്ണിയായിട്ട് മാറുന്ന ആ ഒരു ചട്ടമ്പി എങ്ങനെ ആ ഒരു നാട്ടിനെ രക്ഷിക്കും എന്നുള്ളതൊക്കെ ആയിരിക്കും ചിത്രത്തിന്റെ കഥ. എന്തൊക്കെയാണ് കാത്തിരിക്കുക. പള്ളിച്ചട്ടമ്പി റിലീസിനെത്താൻ പോകുന്നത് April 10-നാണ്. അപ്പൊ ഈ ട്രെയിലർ കണ്ട കാഴ്ചകളെല്ലാം തിയേറ്ററുകളിൽ നമുക്ക് കിട്ടുവാണെങ്കിൽ ഒരു പക്ഷെ ആട് 3ക്കും വാഴ 2-നൊക്കെ ശേഷം 2026 മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് പള്ളിച്ചട്ടമ്പി മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാത്തിരിക്കാം.
ചിത്രത്തിനായിട്ട്. അപ്പം ഈ ഒരു ട്രെയിലർ നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക.